ഇന്നലെയാണ് VIP സംസ്കാരം വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം വി ഡി സതീശൻ എടുത്തത്. അതിന് പിന്നാലെ നോക്കൂ, UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ മാറ്റമുണ്ടാകില്ല. അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ ഉപയോഗിച്ച് 25 ഇന്നോവ കാറുകളാണ് പുതിയ മന്ത്രിമാർക്കും നൽകുക. സാധാരണ പുതിയ വാഹനങ്ങൾ വാങ്ങാറുണ്ട്, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത്തവണ പുതിയത് വാങ്ങുമോ എന്നതിൽ വ്യക്തതയില്ല. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, മുഖ്യമന്ത്രി എന്തായാലും തനിക്ക് ഒരു എസ്കോട്ടും പൈലറ്റും മതി എന്ന് തീരുമാനിക്കുന്നുണ്ട്. അദ്ദേഹം പുതിയ കാർ വേണ്ട എന്ന് ഇന്നലെ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഏതായാലും ഒരു VIP സംസ്കാരത്തിന് മാറ്റം കുറിച്ചിരിക്കുകയാണ് VD സതീശൻ. ഇന്നലെ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പഴയ കാർ ഉപയോഗിക്കുമ്പോൾ ഇനി മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും പുതിയ കാർ വേണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും പഴയ കാർ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. അങ്ങ് പഴയതെന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും കഴിയില്ല. 5 വർഷവും അതിന് താഴെയും പഴക്കമുള്ള നല്ല വാഹനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത് ടൂറിസം വകുപ്പ് മെയിൻ്റെനൻസ് നടത്തി മറ്റ് അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി തിരികെ വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ സൂക്ഷിക്കുകയാണ്. അതോടൊപ്പം ഹൈക്കോടതി ജഡ്ജിമാർ ഉപയോഗിച്ചിരുന്ന 21 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതും ഇത്തരത്തിൽ സർവീസൊക്കെ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും VIPകൾക്കും അതിഥികൾക്കുമൊക്കെ ആയിട്ട് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. നാളെ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുമ്പോൾ അത്തരം ആവശ്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകും. ഏതായാലും മറ്റൊരു സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സർക്കാർ വരുമ്പോഴും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നത് പതിവാണ് എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നു. പക്ഷേ ചില വാഹനങ്ങളെങ്കിലും ഒരു പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. അതിലൊക്കെ എന്ത് തീരുമാനം ഉണ്ടാകുന്നു എന്നത് സർക്കാർ രൂപീകരണത്തിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ.